മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് നടി മഞ്ജു പിള്ള. പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ മിനി സ്ക്രീനിലും നല്ല പ്രത്യക്ഷമായി തന്നെ താരം നിൽക്കാറുണ്ട്. തട്ടിയും മുട്ടിയും എന്ന താരത്തിൻ്റെ സീരിയലിന് ശേഷം ഇപ്പോൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് മഞ്ജു പിള്ള എല്ലാ ദിവസവും എത്തുന്നു. ഇതുകൊണ്ട് തന്നെ പ്രേക്ഷകർ മഞ്ജു പിള്ളയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കൂടുതലും അറിയാറുമുണ്ട്. ഇപ്പോൾ താരത്തിനൊരു അനുഭവത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. മിസ്റ്റർ ബട്ട്ലർ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള അനുഭവം. ഹോട്ടൽ ബില്ല് അണിയറ പ്രവർത്തകർ കൊടുക്കാതിരുന്നതിനാൽ താനടക്കമുള്ള 3 സ്ത്രീകളെ ഹോട്ടലുകാർ പോകാൻ അനുവദിക്കാതെ പിടിച്ചുവെച്ചുവെന്നാണ് മഞ്ജു പിള്ള പറയുന്നത്. മമ്മൂട്ടി അടക്കമുള്ള അമ്മ അംഗങ്ങൾ ഇടപെട്ടാണ് പ്രശ്നം പിന്നീട് പരിഹരിച്ചതെന്ന് മഞ്ജു പിള്ള പറയുന്നു. മിസ്റ്റർ ബട്ട്ലർ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞ് ഒരു തമിഴ് മലയാളി സിനിമയുടെ നിർമ്മാതാവ് അവിടെ ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം. ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോയി. പക്ഷേ ഹോട്ടലുകാർ പോകാൻ സമ്മതിച്ചില്ല. സിനിമയുടെ അണിയറ പ്രവർത്തകർ ബില്ല് കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നടി ചിത്ര സീനത്ത് ചേച്ചി എല്ലാവരും ഹോട്ടലിലായി. ദിലീപേട്ടനും ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ അവിടെ നിന്ന് പോയി. ഹോട്ടലുകാർ മലയാളികളായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു പൈസ കിട്ടാതെ വിടില്ല എന്ന്, ഒന്ന് സഹകരിക്കണമെന്നും. നിങ്ങൾ എത്ര വേണമെങ്കിലും താമസിച്ചോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. 3 നേരവും നല്ല ഫുഡും എസിയും റൂമും ഒക്കെ ആയിരുന്നു. അവസാന പ്രശ്നം സോൾവ് ചെയ്ത് അമ്മയിൽ പറഞ്ഞപ്പോൾ മമ്മൂക്കയും ഇന്നസെൻ്റ് അങ്കിളുമെല്ലാം കൂടിയാണ് മഞ്ജു പിള്ളയും കൂട്ടരെയും ഇറക്കിയത്. ഇതിനെക്കുറിച്ചാണ് മഞ്ജു പിള്ള വാതോരാതെ സംസാരിക്കുന്നത്. എന്നാൽ ദിലീപ് അവിടെ നിന്ന് നേരത്തെ പോയത് ശരിയായില്ല എന്നും മറ്റുള്ള ലേഡി സ്റ്റാഫൊക്കെ പോയോ എന്ന് നോക്കണ്ടേ എന്നും ദിലീപ് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്നും ചോദിക്കുന്നു. എന്നാൽ മിസ്റ്റർ ബട്ട്ലറൊക്കെ ഇറങ്ങിയ സമയം ദിലീപിന് വലിയ തിരക്കുള്ള സമയമാണ്. ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോകുന്ന സമയം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയതെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയെക്കുറിച്ച് മഞ്ജു വാര്യർ പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മഞ്ജു പിള്ളയുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തട്ടിയും മുട്ടിയിലെ കഥാപാത്രം തന്നെയാണ് എപ്പോഴും പ്രീതി നിറഞ്ഞതായി മാറുന്നത്. തട്ടിയും പൊട്ടിയും എന്ന പരമ്പരയിലെ കൗമാരക്കാരുടെ അമ്മയെ അഭിനയിച്ചു തുടങ്ങിയ നടിയാണ് മഞ്ജു പിള്ള. ജീവിതത്തിൽ മഞ്ജു പിള്ളയ്ക്ക് ഒരു മകൾ കൂടിയുണ്ട്. ദയാ സുജിത്താണെന്ന് പേര്. മഞ്ജു പിള്ളയുടെ സിനിമാ ഛായാഗ്രഹകൻ സുജിത് വാസുദേവന്റെയും പുത്രി ദയാ സുജിത്ത് ഫാഷൻ ഡിസൈനിങ് വിദേശ പഠനം നടത്തിയിരുന്നു. ഇപ്പോൾ മഞ്ജു പിള്ളയുടെ അമ്മയോടൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം. എന്നാലും അതിനുള്ള പ്രായം അവരുടെ അമ്മ വേഷമാണ് മഞ്ജു പിള്ള സ്ക്രീനിൽ അനായാസേന കൈകാര്യം ചെയ്യുന്നത്. അടുത്തിടെയാണ് മഞ്ജുവും സുജിത്തും വേർപിരിഞ്ഞ് താമസിക്കുന്നതെന്ന വിവരം സുജിത്ത് തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. അടുത്തിടെ മഞ്ജു പുതിയ ഫ്ളാറ്റ് വാങ്ങി ഗൃഹപ്രവേശനം നടത്തിയപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ ആരാധകർ കമന്റ്സിലൂടെ മറ്റും സുജിത്തിന്റെ അഭാവത്തെപ്പറ്റി മഞ്ജു പിള്ളയോട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ മഞ്ജു പിള്ള ഇതിനുള്ള ഉത്തരമൊന്നും പ്രേക്ഷകർക്ക് നൽകിയിരുന്നില്ല. ഇതോടെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഈയിടയ്ക്ക് സുജിത്ത് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഞാനും മഞ്ജുവും തമ്മിൽ ഡിവോഴ്സ്ഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്. മഞ്ജു പിള്ളയുടെ 2ാമത്തെ ഭർത്താവാണ് സുജിത് വാസുദേവൻ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചുറ്റി ഷൂട്ടിങ്ങിനിടെ അനുഭവങ്ങളും മഞ്ജു പിള്ള പങ്കുവയ്ക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഈയിടയ്ക്ക് സുജിത്ത് പറഞ്ഞ കാര്യങ്ങളോട് കേൾക്കുമ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല എന്ന് മനസ്സിലായി. എന്നാൽ അതുകൊണ്ട് തന്നെ മഞ്ജു പിള്ളയോട് കൂടുതൽ പേരും ചോദിക്കുന്നില്ല. മഞ്ജു പിള്ള തുറന്നു പറയില്ല എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കാം മഞ്ജു പിള്ളയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രേക്ഷകർ മാറ്റി നിർത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.